വണ്ടി മാക്സിമം നമുക്ക് പവർ കയറ്റി നോക്കാം. തന്നെ കാണുന്നുണ്ട് നല്ല രീതിയിൽ പവറും കാര്യങ്ങളെല്ലാം കയറും. A few moments later. അപ്പോൾ ഓട്ടോമോട്ടീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പേവർക്കും സാധാരണ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് ആയിരുന്നു. നല്ല രീതിയിൽ ആ വീഡിയോ റീച്ച് ആകും. ഏകദേശം എനിക്ക് തോന്നുന്നു 2 lakhന് മുകളിലേക്ക് ആ വീഡിയോസ് പോയി. ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സപ്പോർട്ടും കാര്യമൊക്കെ തന്നെ എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2019 മോഡൽ BMW g310gs ആണ്. Is that light work with the bass on the track, on my feet to the back like I'm taking a slap. I need a drink but it's straight from the tap, and I'm hating the slack. Couple man slide around like the hate in the gaff. Please stop talking that trash cause the vibes in the front all the way to the back. നമുക്കിപ്പോൾ കൈ കിട്ടിയുള്ളൂ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ വണ്ടിയാണ്. അപ്പോൾ തന്നെ അതുകൊണ്ട് റിവ്യൂ അടിക്കാൻ നമ്മൾ കരുതിയത്. അപ്പോൾ ഒരു 313 cc വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാണുമ്പോൾ തീരും നല്ല ലുക്കും കാര്യങ്ങളൊക്കെ. സ്റ്റെല്ലൊക്കെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ രീതിയിൽ ഒരു സാധാരണക്കാരുടെ രീതിയിലാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം നമുക്കിതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എക്സ്ട്രാ കയറ്റിയിരിക്കുന്നതാണ്. ഇങ്ങനെ ക്രാഷ് കാർഡിന് ഏകദേശം 20,000 രൂപ സംതിങ് ആയിട്ടുണ്ട്. അതുപോലെ ബേക്കിൽ ഒരു ബാഗ് വെക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കയറ്റിയതാണ് നമ്മൾ ചെയ്തേക്കുന്നതെല്ലാം. അതുപോലെ പില്ലോ സീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും സെറ്റായിട്ട് ഒറ്റ ഇത് തന്നെയായിട്ട് വരുന്നത്, അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള പില്ലോ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നു. നമുക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ലുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ബേക്കിൽ നിന്ന് അങ്ങനെ നല്ല ലുക്ക് കിട്ടിയില്ലെങ്കിലും സൈഡിലേക്ക് നമുക്ക് നോക്കും നല്ലൊരു അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ. അതുപോലെ എഞ്ചിൻ അങ്ങനെ ഹിറ്റ് കൊടുത്ത് മൂഡോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. എഞ്ചിൻ നല്ല രീതിയിൽ എയർ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തത്. അതുപോലെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ നല്ല BMW എഞ്ചിൻ്റെ കാര്യം ഞാനങ്ങനെ പ്രത്യേകം ഒന്നും പറയേണ്ടതല്ല, ഇതായിരിക്കും. അതുപോലെ സേഫ്റ്റീൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയുണ്ട്. പിന്നെ നമ്മുടെ ഷോക്കിലേക്ക് നോക്കുവാണെങ്കിൽ നല്ലൊരു പൊസിഷൻ ഷോക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമുക്കൊരു കംഫർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വണ്ടിയിൽ ഇരിക്കുമ്പോഴാണെങ്കിലും നല്ല രീതിയിലുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 835 അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ പൊക്കം കുറഞ്ഞ ആൾക്കാണെങ്കിലും ഫ്രണ്ടിലിരിക്കും അത്യാവശ്യം നമുക്ക് കാലെത്തുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 11 ലിറ്ററാണ്. അതുപോലെ അതിന് റിസർവ് എന്ന് പറയുന്നത് 1 ലിറ്ററാണ് വരുന്നത് കാര്യങ്ങളൊക്കെ. ബോഡിക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. സാധാരണ ഇപ്പോൾ മറ്റേ വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും അത്യാവശ്യം നല്ല ക്വാളിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. മറ്റു വണ്ടികളെ വെച്ച് ബോഡിക്ക് തട്ടുമ്പോൾ തന്നെ നമുക്ക് തിരിയും ബോഡി ക്വാളിറ്റീൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും. മിറർ ആണെങ്കിലും ചില വണ്ടികൾക്ക് മിറർ വെറുതെ ഷോയ്ക്ക് വെച്ചേക്കുന്നതായിരിക്കും. പക്ഷേ ഇതിനൊക്കെ എന്ന് പറയുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. അതേപോലെ ഹാൻഡിലാണെങ്കിലും ഒരു സിംഗിൾ പീസ് ഹാൻഡിലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്കത് ചേഞ്ച് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അതുപോലെ മൊബൈൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എക്സ്ട്രാ കിട്ടിയതാണ്. അതിനൊക്കെ ഒരുമിച്ചൊരു കോസ്റ്റാണ് ചെയ്തത്. വണ്ടി ഇറങ്ങിയ സമയത്ത് 2019 ഞാൻ പറഞ്ഞു. ഒരു BS4 വണ്ടിയും കാര്യമൊക്കെയാണ്. അപ്പോൾ അത് ഒരുമിച്ചാണ് അതിൻ്റെ എല്ലാം ചെയ്തത്. അതുപോലെ മീറ്ററിലേക്ക് വരുവാണെങ്കിലും ഒരു ചെറിയ മീറ്ററാണ്, അധികം വലിയ കാര്യങ്ങളൊന്നും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ചെറുതായിട്ടാണ് മീറ്ററും കാര്യങ്ങളൊക്കെ തോന്നുക. അതുപോലെ കീ നോക്കുവാണെങ്കിലും ഒരു സാധാ കീ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. സാധാരണ ഒരു ബൈക്കിൻ്റെ കീയൊക്കെ തന്നെയാണ് മെയിനായിട്ട് വരുന്നുള്ളൂ. പിന്നെ റൈഡിങ് കംഫർട്ട് എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള റൈഡിങ് കംഫർട്ട് കിട്ടും. നമുക്കിപ്പോൾ എനിക്കാണെങ്കിലും നല്ല രീതിയിൽ കംഫർട്ടും കാര്യമൊക്കെ കിട്ടും. അതുപോലെ ഇപ്പോൾ ഒരു മെലിഞ്ഞിരിക്കുന്ന ആൾക്കാണെങ്കിൽ നല്ല രീതിയിൽ കംഫർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വണ്ടിക്ക് എന്തായാലും. അതുപോലെ നമുക്ക് ബേക്കിലേക്ക് വരുവാണെങ്കിലും ഒരു നല്ല ലുക്കും കാര്യമൊക്കെ തന്നെ ബേക്കിൽ നിന്നുണ്ട്. നമുക്ക് ബേക്കിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങ് BMW എന്നുള്ള രീതിയിൽ തോന്നുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പം ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു ബ്രേക്ക് ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ ഇതാണ് ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതാണ് മെയിനായിട്ട് ബേക്കിൽ തോന്നുമ്പോൾ നമുക്കൊരു ആകർഷണമായിട്ട് തോന്നുന്നത്. അതുപോലെ നമുക്കൊരു ബാഗിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. ഇതൊക്കെ എക്സ്ട്രാ കയറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ സീറ്റിനാണെങ്കിലും ഇപ്പോൾ ഇത്രയും ബാക്കോട്ട് വന്നിരുന്ന സീറ്റിന് നമുക്ക് ചെറിയതായിട്ട് വ്യത്യാസം തോന്നില്ല. ബേക്കിലിരിക്കുന്നവർക്കും ഫ്രണ്ടിലിരിക്കുന്നവർക്കും നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വണ്ടിക്ക്. അതുപോലെ ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല സൗണ്ടും കാര്യമൊക്കെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായി കാണിച്ചാൽ എന്തായാലും വണ്ടി. അപ്പോൾ നമുക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ബേക്കിൽ ഇരിക്കുന്ന ആൾക്കുള്ള അഡ്ജസ്റ്റുള്ള രീതിയിൽ തന്നെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അതായത് നമുക്ക് ഇരിക്കുമ്പോൾ ഒരു കംഫർട്ട് കിട്ടും എന്തായാലും. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല റൈഡിങ് കംഫർട്ടും പില്ലോയിൽ സീറ്റിലിരിക്കുന്നവർക്കാണെങ്കിൽ നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് എഞ്ചിൻ മെയിൻ. ഈ സൈഡിൽ നിന്നാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു കൂളൻ്റ് എഞ്ചിനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു കിറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല താഴേക്ക്. എഞ്ചിന് നല്ല രീതിയിൽ എയർ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തത്. അതൊരു നല്ലതാണ് നമുക്ക് രണ്ടും കൂടി. അപ്പോൾ എഞ്ചിന് ഓവർ ഹീറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് എന്തായാലും വരില്ല. എനിക്ക് ഇതിപ്പോൾ സർവീസ് കോസ്റ്റ് എന്ന് പറയുമ്പം ഏകദേശം ഒരു 7,000 രൂപ ഒരു റേഞ്ച് വരുന്നുണ്ട്. അതായത് ബ്രേക്ക് പാഡ് മാറ്റി അടക്കമാണ് ഞാൻ വന്നേക്കുന്നത്. BMW ആകുമ്പോൾ അത്യാവശ്യം കോസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അതിനനുസരിച്ചുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് എന്തായാലും ഉണ്ട്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 143 അത് കുറവൊന്നുമല്ല. ഈ വണ്ടിക്ക് അനുസരിച്ച് എനിക്ക് തോന്നുന്നു 313 cc വണ്ടിയാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ കുറവായിരുന്നൊന്നും. അതുപോലെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ല ഇതാണ്. ഞാൻ കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു ഞാൻ ഇരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ചേരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളവർക്കാണെങ്കിലും വലിപ്പമില്ലാത്ത ആൾക്കാർക്കാണെങ്കിലും വണ്ടി നല്ല അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ വൈസറും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ.
നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടി ചെസ്റ്റിലേക്ക് കാറ്റടിക്കാത്ത രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വൈസും കാര്യമൊക്കെ മെയിനായിട്ട് അതൊക്കെയാണ് കാര്യങ്ങൾ. ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ സാധാ LED ലൈറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല, സാധാ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് മാറ്റി വേണമെങ്കിൽ വേറെ രീതിയിൽ വെക്കാം. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്ക് എന്തായാലും ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ല അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ സൈഡ് സ്റ്റാൻഡ് വരുന്നുള്ളൂ, സെൻറ്റർ സ്റ്റാൻഡ് വണ്ടിക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇട്ട് കാണിക്കാൻ പറ്റാത്ത വണ്ടിക്ക്. അപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സും സിസ്റ്റവും കാര്യമൊക്കെ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഇതുണ്ട്. പിന്നെ മൈലേജ് എന്ന് പറയുമ്പോൾ കമ്പനി പറയുന്ന ഒരു 30 ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു 25-30 അടിക്ക് തന്നെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ലോങ് ഒക്കെ പോകണേ കമ്പനി പറയുന്ന അത്രയും തന്നെ ഏകദേശം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈലേജിലൊന്നും നല്ല കാര്യം, വണ്ടിയിൽ ലുക്ക് തന്നെ മനസ്സിലാകുമ്പോൾ നമുക്ക് മൈലേജൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. ഇപ്പോൾ സാധാരണ ഒരു ഹിമാലയൻ ആണെങ്കിൽ ഏകദേശം ഇത്രയും തന്നെ മൈലേജൊക്കെ തന്നെയാണ് കിട്ടുന്നുള്ളൂ. അതിപ്പം RC ആണെങ്കിൽ അതാണ് ഇതിലേക്കാളും കുറയുവാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇത് വെച്ച് നോക്കാൻ നമുക്കൊരു മൈലേജിൽ നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് 110, 80, 19 അലവിലും കാര്യങ്ങളൊക്കെ അതൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നുന്നു, ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ പിന്നെ ബേക്കിലേക്ക് നമുക്ക് വരുവാണെങ്കിൽ ABS യൂണിറ്റും കാര്യങ്ങളൊക്കെ സീറ്റിൻ്റെ അടിയിലേക്കാണ് വരുന്നത്. ഇതാണ് സീറ്റിൻ്റെ ഉൾഭാഗം നമുക്ക് പറയാം. ഇതാണ് ABS യൂണിറ്റ് കാര്യങ്ങളും. ബാറ്ററി ആണെങ്കിലും സാധാരണ ഒരു ബുള്ളറ്റിനും ഹിമാലയൻ ആ ഒരു റേഞ്ച് വരുന്ന ബാറ്ററിനെയൊക്കെ തന്നെ ഇതിന് വന്നിട്ടുള്ളൂ മെയിനായിട്ട്. പിന്നെ ഇതിൻ്റെ ഫ്യൂസ് ബോക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എക്സ്ട്രാ എനിക്ക് തോന്നുന്നു ഫ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടൂൾ ബോക്സ്, ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ കമ്പനി വന്നപ്പോൾ അതൊക്കെ സാധാരണ എല്ലാ വണ്ടിക്കും ഉള്ളതാണ്. അപ്പോൾ സീറ്റിൻ്റെ ഇതാണെങ്കിലും ഇതറിയില്ല, ഞാൻ പറഞ്ഞില്ല പില്ലോ സീറ്റും കാര്യങ്ങളൊക്കെ ഇത്രേ വരുന്നുള്ളൂ. സീറ്റ് നല്ല കംഫർട്ട് കിട്ടുന്നുണ്ട്, നമുക്കിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ തിരിയുന്നുണ്ട്. നല്ല രീതിയിലുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ സീറ്റിൽ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കമ്പനി അടിച്ചിട്ടാണ്, ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. എനിക്ക് കമ്പനി അടിച്ച് കൊടുത്തേക്കുന്നതാണോ രണ്ടാമത്തെ അടിച്ചതാണോ കറക്റ്റ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് പറയാനുള്ളത്. പിന്നെ നമുക്കൊന്ന് കയറി ഇരുന്നിട്ട് ബാക്കി കാര്യം പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ഞാൻ കയറി ഇരുന്ന് നോക്കാം, എനിക്ക് എങ്ങനെയുണ്ട് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് കംഫർട്ടാണ്, നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് എനിക്ക് കംഫർട്ടും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ പാൻറ്റ് ഇച്ചിരി ടൈറ്റ് ആയതുകൊണ്ട് എനിക്ക് കാലത്ത് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അത് പാൻറ്റിൻ്റെ കുഴപ്പമാണ്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ തന്നെ തിരിയുന്നുണ്ട്, നല്ല ലുക്കാണ്. ഇപ്പം ഞാൻ എത്രയും ബോഡിയുള്ള ആളിരുന്നാലും ഇപ്പോൾ സാധാ ആളിരുന്നാലും നല്ല ലുക്കാണ് വണ്ടി ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ഇച്ചിരി ഇതാണോ എനിക്കൊരു ഡൗട്ടുണ്ട്. നമുക്കൊരു സഡൻ ബ്രേക്ക് പിടിക്കുമ്പം ചിലപ്പോൾ ഒരു റിസ്ക് കിട്ടാൻ പണിയുണ്ട്. അപ്പം ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് അധികം ഫ്രണ്ടിലേക്ക് പോകണ്ട. ഞാൻ പറഞ്ഞ ഒരു സ്പോർട്സ് ബൈക്ക് കാര്യങ്ങളായിട്ടല്ല ഇത് വരുന്നത്. അതുകൊണ്ട് ആ രീതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് അധികം മുമ്പോട്ട് കിടക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ V3 ആണെങ്കിലൊക്കെ ആണെങ്കിൽ മുമ്പോട്ട് കിടക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അങ്ങനെ വരുന്നില്ല, ഒരു സിംഗിൾ പീസ് ഹാൻഡിലും കാര്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടും കൈക്കും വരുന്നുണ്ട്. കൈക്ക് ഇങ്ങനെ മടക്ക് വരുന്നില്ല അധികം. അത് തന്നെയാണ്, നമുക്ക് കൈ ഇങ്ങനെ മടക്കി കുറേ നേരം ഇരിക്കുമ്പോൾ എന്തായാലും ഒരു മടുപ്പ് വരും. ഇതിനങ്ങനെ വരുന്നില്ല. അതുപോലെ സ്വിച്ചും കാര്യമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ കാണുമ്പോൾ സ്റ്റാർട്ടറിൻ്റെ ആണെങ്കിലും ഹോണിൻ്റെയും ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ, പിന്നെ ഒരു ABSൻ്റെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ ഓടിക്കും പറയാം എന്തായാലും. പിന്നെ നമുക്ക് എന്തായാലും ഇനി മീറ്റർ നോക്കുവാണെങ്കിലും ഇതാണ് ചെറിയൊരു മീറ്ററാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അധികം വലിയ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്കൊരു ABSൻ്റെ വാണിംഗ് ലൈറ്റ്, ഒരു എഞ്ചിൻ്റെ വാണിംഗ് ലൈറ്റും കാര്യങ്ങളും, ഒരു ന്യൂട്രലിൻ്റെയും അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഫ്യൂലിൻ്റെ ആണെങ്കിലും ഒരു ഡിജിറ്റൽ നമുക്ക് പറയാം. അതുപോലെ കിലോമീറ്ററിൻ്റെയും, അതുപോലെ ഈ താഴെ കാണുന്നതാണ് RPMൻ്റെയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ടൈം, ട്രിപ്പിങ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഇത് ഓപ്ഷനുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കുന്നു, ഫുള്ളൊന്ന് ലൈറ്റ് ആക്കുന്നു, കിടുന്നു, അത്രയേ ഉള്ളൂ നമുക്ക് വരുന്നത്. അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക V3 ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പേര് എഴുതി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിനങ്ങനെ വരുന്നൊന്നുമില്ല, ചെറിയൊരു മീറ്റർ അത്രയേ ഉള്ളൂ. പക്ഷേ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ. എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായി കാണിച്ചു, നമുക്ക് അതിൻ്റെ സൗണ്ട് എന്തായാലും ഒന്ന് നോക്കാം. സൗണ്ട് കേൾക്കുകയാണെങ്കിൽ സ്റ്റാർട്ടാക്കി തന്നെയുള്ള സൗണ്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല സൗണ്ട് വരുന്നുണ്ട്. നമുക്ക് കുറച്ചൊക്കെ മാറ്റണമെന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വണ്ടിക്ക് എന്തായാലും. എഞ്ചിൻ്റെ ഒരു സൗണ്ട് വരുന്നുണ്ട്, ഒരു അതുപോലെ ബുള്ളറ്റിൻ്റെ സൗണ്ട് പോലെ വരുന്നുണ്ട്. പക്ഷേ നല്ല അത്യാവശ്യം നല്ല എക്സോസ്റ്റ് സിസ്റ്റം കാര്യം തന്നെയാണ് എനിക്ക് എന്തായാലും ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ എടുക്കുവാണെങ്കിലും എനിക്ക് എക്സോസ്റ്റ് മാറ്റില്ല വരുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് നമ്മൾ ഓവറാക്കി ബാക്കിയുള്ളവരെ വെപ്പിക്കണ്ടല്ലോ. നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള രീതിയിൽ സൗണ്ട് എനിക്ക് ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. മെയിനായിട്ട് അപ്പോൾ ഇത്രയാണ് വരാനുള്ളത്. അതുപോലെ നമുക്ക് സേഫ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റാൻഡ് ഇട്ടിക്കുവാണെങ്കിൽ ഗിയറിൻ്റെ വണ്ടി ഓഫായി പോകുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ വണ്ടികൾക്കൊക്കെ മിക്ക വണ്ടികൾക്കും വരാൻ തുടങ്ങി. പക്ഷേ ഇത് 2019 നമുക്ക് ഈ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടിക്ക്. അതുപോലെ നമുക്ക് ഷോട്ടിലാണെങ്കിലും ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ട് കിട്ടുന്നുണ്ട് എനിക്കിപ്പോൾ. സ്റ്റാർട്ടിംഗ് ആണെങ്കിലും വണ്ടിക്ക് അങ്ങനെ വലിയ വൈബ്രേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, ചെറിയൊരു ഫീൽ ചെയ്യുന്നുണ്ട്. അത് എഞ്ചിൻ ഏത് വണ്ടിക്കാണെങ്കിലും വൈബ്രേഷൻ ഫീലിംഗ് ഉണ്ടാവില്ല എന്തായാലും. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളൂ. അല്ലാണ്ട് എഞ്ചിൻ്റെ ഭാഗത്ത് അങ്ങനെ സൗണ്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ ഹീറ്റിംഗ് ആണെങ്കിലും തീരെയില്ല, കാരണം കിറ്റ് കൊടുത്തിട്ടില്ല, താഴേക്ക് എഞ്ചിൻ കവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ കാറ്റും കിട്ടും. അതുപോലെ ഡേഡിറ്റിൽ ഇതുള്ളതുകൊണ്ട് ആദ്യം പേടിക്കേണ്ട ആവശ്യമില്ല. ഹീറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നും വരില്ല. നമുക്ക് കാല് ലോങ് പോവുകയാണെങ്കിൽ കാലിന് ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും എന്തായാലും വരില്ല. അപ്പോൾ മെയിനായിട്ട് അപ്പോൾ ഇത്രയാണ് കാര്യം വരാനുള്ളത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ BMW അങ്ങനെ വലിയ രീതിയിലുള്ള ലോഗോകളൊന്നും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. BMW ചെറിയൊരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്കായിട്ട് ഇവിടെ
ഒരു വലിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ബേക്കിലേക്ക് ഒന്ന് ബേക്കിൽ ഒരു ചെറിയ BMW എഴുത്ത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ലോഗോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇതൊക്കെയാണെങ്കിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്. ഇത് സ്റ്റിക്കറാണ് 310 എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെ വന്നേക്കുന്നത്. ഇത് സ്റ്റിക്കറും GS എന്നുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്. അതുപോലെ GS എന്നല്ലാണ്ട് വേറെ വേരിയൻറ്റ് വരുന്നുണ്ട്, രണ്ടിൻ്റെ തന്നെ വേറെ വേരിയൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുന്നതാണ് എന്തായാലും തോന്നുന്നത്. അതുപോലെ വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കവറിംഗ് ആണ്, അധികം വലിയ രീതിയിൽ വയറിംഗ് കിറ്റും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ നമുക്കിപ്പം ഹെഡ്ലൈറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിലും എളുപ്പമാണ്, നമുക്ക് ഇവിടുന്ന് തന്നെ മാറ്റാം. അതുപോലെ ഹെഡ്ലൈറ്റ് അയക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതൊക്കെ ഇപ്പോൾ വേറെ ഇത് വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും കിറ്റ് അയക്കേണ്ടി വരും ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി വന്നാൽ. ഇതിനിപ്പോൾ അങ്ങനെ വരുന്നില്ല എന്തായാലും. അതുകൊണ്ട് ബോഡി ക്വാളിറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് ഞാൻ വീണ്ടും എടുത്തത്. എനിക്ക് മറ്റുള്ള വണ്ടിയെ വെച്ച് നോക്കുമ്പോൾ ബോഡി ക്വാളിറ്റിയിലേക്ക് നല്ല രീതിയിൽ കിട്ടും. ഞാൻ മെയിനായിട്ട് എല്ലാ വണ്ടിയിലും ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ബോഡി ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരാൻ. നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് കൂടി ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടി എന്തായാലും ഓടിച്ച് നോക്കാം. എനിക്കിപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് ക്ലച്ച് റിലീസ് ആകുമ്പോഴത്തേക്കും തന്നെ വണ്ടി നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ പക്കയാണ്. നമുക്കങ്ങനെ തിരിയുന്നില്ല. വണ്ടി പവർ കയറുന്നവരും നമുക്ക് മീറ്ററെ നോക്കും നല്ല കാണാൻ പറ്റുള്ളൂ. ശരിക്കും പറയാം നമ്മൾ അറിയില്ല. ചിലതെന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ RPM കത്തിച്ച് പിടിച്ച് കയറ്റേണ്ട അവസ്ഥയൊക്കെ വരും. അങ്ങനെയൊന്നും വരുന്നില്ല. അതുപോലെ ഒരു ABSൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ABSൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം ഓഫ് ആക്കാനും, അതുപോലെ നമ്മളിപ്പോൾ എന്താണ് ഒരു ഓഫ് റോഡ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇറക്കം ഇറങ്ങേണ്ടി വന്നാൽ അതിനുള്ളതെല്ലാം നമുക്കുണ്ട്. അതൊക്കെ നമുക്കൊരു കമ്പനിയുടെ പ്ലസ് പോയിൻ്റാണ്. പിന്നെ BMW എന്ന് പറയുമ്പോൾ ഒരു ലക്ഷറി കാർ, ആ BMW കാറിന് കിട്ടുന്ന ലക്ഷറി ഫീലിംഗ് കാര്യമെല്ലാം നമുക്കിതിനും കിട്ടുന്നുണ്ട്. എനിക്കെന്ന് വെച്ചാൽ ഇപ്പോൾ വിശ്വസിച്ച് ഓവർടേക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട് വണ്ടി. നമ്മളിപ്പോൾ എന്താണ് പറയുക, നല്ല കംഫർട്ടും കാര്യമാണ്. ഇപ്പോൾ ഒരു ലോങ് റൈഡിനൊക്കെ പോകുകയാണെങ്കിൽ എനിക്ക് നല്ല പക്കയാണ്. ഞാൻ ഇപ്പോൾ ഇത്രയും ഓടിച്ച് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. എന്ന് വെച്ചാൽ ഇത്രയും നാൾ ഓടിച്ച് വണ്ടി വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. അതുപോലെ ഇതിൻ്റെ പവറും കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് 9250 RPM നമുക്ക് 33 bhp, അതുപോലെ നമുക്ക് 7500 RPM 28 ടോർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 313 cc കിട്ടേണ്ട പവറും കാര്യങ്ങളെല്ലാം ഈ വണ്ടി കിട്ടുന്നത്. ചില വണ്ടിക്ക് CC മാത്രമേ ഉണ്ടാവുള്ളൂ, പവറും കാര്യങ്ങളൊന്നും ഉണ്ടാവും. ഇത് പക്കയാണ്. എന്ന് വെച്ചാൽ എല്ലാം പെർഫെക്റ്റാണ്. ഇതിനെക്കുറിച്ച് ഒരു കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ഹാൻഡിലിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ നല്ല കംഫർട്ടാണ്. എനിക്ക് ഇരുന്ന് ഓടിക്കാൻ നല്ല രീതിയിൽ കംഫർട്ടാണ്. അതുപോലെ വൈബ്രേഷൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഒന്നും വരുന്നില്ല. കയറ്റത്തിലൊന്നും അങ്ങനെ പവർ കുറയുന്നതായിട്ട് ഒരു ഫീലും ഇല്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് വളയ്ക്കുവാണെങ്കിലും ആ പോകുന്ന ഗിയറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺ ആക്കി വളച്ചു, പിന്നെ അതേ ഗിയറിൽ തന്നെ ഇട്ടടുത്ത് പോകും. അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. അല്ലാണ്ട് വലിയ രീതിയിൽ ഗിയർ ഡൗൺ ആക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും വരുന്നില്ല മെയിനായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓടിക്കാനുള്ള സുഖം എന്ന് പറയുമ്പോൾ പക്കയാണ്. ഞാൻ ഇത്രയും നാളുള്ള ഓടിച്ച് വണ്ടി വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ വീണ്ടും എടുത്തു പറയാനുള്ള കാര്യം. ഇപ്പം ഞാൻ കാണാം ഈ റോഡിൽ കൂടെ തന്നെ ഇത്രയും സ്പീഡിൽ പോകുമ്പോൾ ഈ വണ്ടിക്ക് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ കൈ കിട്ടും. എനിക്കൊരു വിശ്വാസമുണ്ട് ഇപ്പോൾ ഓടിച്ചപ്പോൾ നല്ല രീതിയിൽ വണ്ടി കൈ നിൽക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പവറും കാര്യങ്ങളെല്ലാം കയറ്റുന്ന വണ്ടിക്ക്. മെയിനായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് പറയാനുള്ള കാര്യങ്ങൾ വണ്ടീനെക്കുറിച്ച്. പിന്നെയെന്ന് പറയുമ്പോൾ കോസ്റ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരും. നമ്മൾ കറക്റ്റ് സമയത്ത് ആ സർവീസും കാര്യമൊക്കെ ചെയ്ത വണ്ടിക്ക് അങ്ങനെ കംപ്ലയിൻറ്റോ മേജർ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞു ഇത്രയും ടൈമായി വണ്ടി എടുത്തിട്ട് ഇതുവരെ അങ്ങനെ വലിയ രീതിയിലുള്ള കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും തിരിഞ്ഞിട്ടില്ല. അതാണ് നമുക്ക് ആ ഒരു കമ്പനീൻ്റെ BMW എന്ന് പറയുന്ന ആ ഒരു കമ്പനീൻ്റെ നല്ല ഗുണവും കാര്യങ്ങളെല്ലാം ഇതിന് കിട്ടുന്നുണ്ട്. മൈലേജ് ആണെങ്കിൽ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ നോക്കുമ്പം ഈ ഒരു CCയിൽ ഈ ഒരു ബഡ്ജറ്റിൽ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്കൊരു പറ്റുന്ന വണ്ടി തന്നെയാണ്. ഞാനിപ്പോൾ എടുക്കുവാണെങ്കിലും എനിക്ക് ഇതിനോട് ഇപ്പോൾ ഒരു മോഹം തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറയാം. മെയിനായിട്ട് പറയുമ്പോൾ എനിക്ക് ഓടിച്ചിട്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ മിററും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള മിററും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റും. ചില വണ്ടിക്കാണെങ്കിൽ വെറുതെ ഷോയ്ക്ക് മാത്രമായിരിക്കും മിറർ. അതുപോലെ വൈബ്രേഷൻ ഉണ്ടാകും നല്ല രീതിയിൽ. അങ്ങനെ ഒന്നും ഇതിനില്ല. ഇതിന് ഒട്ടും വൈബ്രേഷൻ ഇല്ല. ഞാൻ ഓടിച്ചൊക്കെ മിക്ക വണ്ടികൾക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും വൈബ്രേഷൻ വരുന്നുണ്ട്. പക്ഷേ ഇതിനങ്ങനത്തെ ഒരു വൈബ്രേഷനോ കാര്യങ്ങളൊന്നും വരും. ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടി എന്തായാലും തിരിക്കാം. നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ കാര്യം കൂടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാം ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് നമുക്കങ്ങനെ വലിയ രീതിയിൽ വണ്ടിക്ക് വെയിറ്റ് തോന്നുന്നില്ല. തിരിക്കാൻ നേരത്തെ അങ്ങനെ ബേക്കിൽ ആളിരുത്തിയിട്ടാണെങ്കിലും തോന്നുന്നില്ല വെയിറ്റും കാര്യങ്ങളൊന്നും. ഇപ്പോൾ തന്നെ കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ വണ്ടി സ്പീഡും കാര്യങ്ങളെല്ലാം കയറുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇറക്കം വരുന്നുണ്ട്. ഇറക്കത്തിൽ വെച്ച് നമുക്ക് ബ്രേക്കിൻ്റെ കാര്യം നോക്കാം. ഇപ്പോൾ നല്ലൊരു ഇറക്കം വരുന്നുണ്ട്. നമുക്ക് ഇറക്കത്തിൽ നിന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് വണ്ടി. മാക്സിമം നമുക്ക് പവർ കയറ്റി നോക്കാം. ഇപ്പോൾ തന്നെ കാണുന്നുണ്ട് നല്ല രീതിയിൽ പവറും കാര്യങ്ങളെല്ലാം കയറുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത് നമുക്ക് തന്നെ ഓടിക്കുമ്പോൾ ഒരു ഫീൽ തോന്നുന്നു നല്ല രീതിയിൽ പവർ കയറുന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. ഇപ്പോൾ തന്നെ കാണാം ഈ ഇറക്കമാണെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡ് കയറ്റുന്നുണ്ട്. ഇപ്പോൾ തന്നെയാണ് 94 എന്നെക്കൊണ്ട് പറ്റുന്നതാണ്. നമുക്ക് ഈ റോഡിന് കയറ്റാൻ പറ്റാത്തതാണ് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. വണ്ടി അങ്ങ് കയ്യിൽ നിന്ന് വിട്ടു പോകുന്ന പോലെ ഒന്നും തോന്നുന്നില്ല. വണ്ടി നിൽക്കുന്നുണ്ട് കയ്യിൽ നല്ല രീതിയിൽ കംഫർട്ടുണ്ട്. പിന്നെ നമ്മൾ ABS കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒട്ടും പേടിക്കേണ്ട വരുന്നില്ല. അതാണ് ഗുണം എന്ന് പറയുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞു പ്രത്യേകം നമുക്ക് സ്കിഡായി പോവുക കാര്യങ്ങളൊന്നും നടക്കില്ല. എന്തായാലും നല്ല രീതിയിൽ ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്. നമുക്ക് കഷ്ടപ്പെട്ട് അങ്ങ് പിടിച്ച് സഡൻ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്തെങ്കിൽ തന്നെ നമുക്ക് വണ്ടി കയ്യിൽ നിന്ന് കിട്ടി. മെയിനായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഡിസ്ലൈക്ക് എടുക്കും. നമ്മളെന്തായാലും തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും നമുക്ക് സെറ്റായി വരുന്നു എന്തായാലും നല്ല രീതിയിൽ. കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഒരുപാട് നന്ദിയും കാര്യമൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെറൈറ്റി വീഡിയോസാണ് മാക്സിമം നോക്കുന്നത്. അതുപോലെ അതിൻ്റെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചത്, അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി നിൽക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം.